ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി എഗ്ലെസ് മിൽക്കി നട്ട് കേക്കാണ് തയ്യാറാക്കുന്നത്. ഓവൻ ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി മിൽക്കി നട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാലെടുക്കുന്നുണ്ട്. ഏത് അളവിലാണ് നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ കപ്പിൻ്റെ അളവ് വെച്ചോളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാല് നമ്മൾ നന്നായിട്ട് കേർഡലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വിനാഗിരി ചേർക്കുന്നത് കേട്ടോ. മുട്ടയൊന്നും ചേർക്കാണ്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് പാല് പിരിച്ചെടുക്കുന്നത്. ഇനി നമുക്കത് ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് അരിപ്പയും കൂടെ വെച്ചതിന് ശേഷം ഒരു 2 കപ്പ് മൈദ, ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തെള്ളിയെടുത്ത് നന്നായിട്ട് ഒരു വിസ്കോ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ പിരിക്കാൻ വെച്ചിരിക്കുന്ന ആ പാലെടുക്കുക. പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലോട്ട് ഒരു ഞുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാലിൻ്റെ മിക്സ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഫ്ലോയിങ് റിബൺ കൺസിസ്റ്റൻസിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പാച്ചുല വെച്ച് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഗ്രീസ് ചെയ്ത് വെച്ച് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഒന്ന് നമ്മുടെ ഈ ഒരു ബാറ്റർ ആഡ് ചെയ്തതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതാണ് സ്പീഡിൽ പറയുന്നത്. ഓൾറെഡി നമ്മൾ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഷുഗർ സിറപ്പല്ല ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് സ്പെഷ്യൽ ഒരു സ്പ്രെഡാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാലൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു അതായത് സ്പ്രെഡാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വെറുതെ ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കുടിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്പ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മേലെ ഒരു ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ വൈറ്റ് കമ്പൗണ്ട് ചോക്ലേറ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ നോക്കിക്കളും നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കോളൂ, നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് കുക്കായി അതായത് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നൈഫ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ്ലി ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തോട്ട് എടുത്ത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി കുറേ കേക്കിൻ്റെ റെസിപ്പിയിൽ അതായത് 3 പോർഷനായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു ത്രെഡ് ഉപയോഗിച്ച്. അതുപോലെ ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നട്ട്സ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ബാദാം, 1/4 കപ്പ് കാഷ്യൂ നട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബേസ് എടുത്തിട്ടുണ്ട്. ബേസിലോട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ലെയറിൻ്റെ കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം
മിൽക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിൽക്കിൻ്റെ സ്പ്രെഡ് നമുക്ക് ഇതിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ടൊരു നല്ല ജ്യൂസി ഫോമിലൊന്ന് നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ. 3 ലെയറിൽ എത്ര മാത്രം നമുക്ക് ഒഴിക്കാൻ പറ്റും അത്രയും നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റിയും നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ക്രീം ചേർത്തതിന് ശേഷം നട്ട്സ് സ്പ്രെഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാണെങ്കിൽ നമുക്ക് ആദ്യം ക്രീം അതായത് നട്ട്സ് ചേർത്തതിന് ശേഷം വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ക്രീം നമുക്ക് ബേസ് കൊടുത്തതിന് ശേഷം നട്ട്സ് സ്പ്രെഡ് ചെയ്താലും മതി കേട്ടോ. ഞാൻ ആദ്യത്തെ ലെയറിൽ നന്നായിട്ടൊന്ന് നട്ട്സ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ക്രീം ബേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ കുറച്ചുകൂടെ നട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഗനാഷ് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ ആ ഒരു കേക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ശേഷം അതേ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മിൽക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്കിന് ക്രീമാണ് ആദ്യം ഒന്ന് അതായത് അതിൻ്റെ മേലെ കൂടെ ബേസായിട്ട് വെച്ച് കൊടുക്കുന്നത്. ക്രീം നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലോട്ട് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതുപോലെ തന്നെ 3 ലെയർ സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ആ ഒരു നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അടിപൊളി ഗനാഷ് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചുറ്റിനും നന്നായിട്ടൊന്ന് സ്പ്രെഡായി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ പയ്യെ സ്പൂൺ വെച്ച് ഒന്ന് പതിയെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ നന്നായിട്ട് സ്പ്രെഡായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആയതിനു ശേഷം നമ്മുടെ പാനറ്റ് നൈഫ് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡായി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നന്നായിട്ടൊന്ന് ഒഴുകി വരുന്നുണ്ട്. ഇതേമാതിരി ഒഴുകി എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് സ്പ്രെഡായി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് സ്പ്രെഡായി എല്ലാ ഭാഗവും നന്നായിട്ട് സ്പ്രെഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു നോസൽ എടുക്കാം കേട്ടോ. നോസൽ എടുത്തതിന് ശേഷം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഈ ഒരു നോസൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിന്മേലെ വെച്ച് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ആ ഒരു ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ടിപ്പൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സിഗ്സാഗ് രീതിയിൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തോളൂ. ഞാൻ ഈ ഒരു ഡിസൈനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പതിയെ നമുക്ക് ചുറ്റിനും ഇതുപോലെ ഒന്ന് സിഗ്സാഗ് മോഡലിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഇതുപോലെ മേൽഭാഗം നന്നായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെവശം സൈഡിലും ഇതുപോലെ തന്നെ സെയിം വേയിൽ തന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സ് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻസ് നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കുറച്ച് ബാദാമും കൂടെ സൈഡിലും മേൽവശം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നമ്മുടെ റെഡ് കളർ ജാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ ചേർത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതിയും കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ലെസ് മിൽക്കി നട്ട് കേക്ക് ഓവൻ ഇല്ലാണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഫോളോയും കൂടെ ചെയ്ത് നമ്മളെന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.